വെൽക്കം ടു കോ സ്പോട്ട്ലൈറ്റ്. ഇന്നത്തെ കോ സ്പോട്ട്ലൈറ്റിൽ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഫീൽഡായ സൈക്കോളജിയെക്കുറിച്ചാണ്. ഫോർ ദ ലാസ്റ്റ് കപ്പിൾ ഓഫ് ഇയേഴ്സ് നമ്മുടെ നാട്ടിൽ സൈക്കോളജി എന്ന ഫീൽഡ് കണ്ടുവരുന്ന ഗ്രോത്ത് വളരെ എക്സ്പൊണൻഷ്യലാണ്. സൈക്കോളജി പഠിക്കാൻ പലർക്കും പല മോട്ടിവേഷൻസാണ്. എന്നാൽ അതിൽ ഏറ്റവും ഫ്രീക്വൻ്റ് ആയിട്ട് വരുന്നത് ഈ സബ്ജക്റ്റിനെ കുറിച്ചുള്ള ക്യൂരിയോസിറ്റി അല്ലെങ്കിൽ ഫാസിനേഷനാണ്. തീർച്ചയായിട്ടും മനഃശാസ്ത്രം വളരെ ക്യൂരിയോസിറ്റി ഇൻഡ്യൂസിങ്ങും ഇൻട്രസ്റ്റിങ്ങുമാണ്. എന്നാൽ അതിൻ്റെ പല വശങ്ങളും പലരും വേഗമായിട്ടാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സൈക്കോളജി ഡിഗ്രി എടുക്കാൻ താല്പര്യം ഇല്ലെങ്കിൽ കൂടി ഈ ഒരു എപ്പിസോഡ് നിങ്ങൾ കാണണം. കാരണം ഒരുപാട് തിയറിറ്റിക്കൽ ആൻഡ് പ്രാക്ടിക്കൽ അപ്രോച്ചസും ഒരുപാട് എത്തിക്കൽ ഡിബേറ്റ്സും ഒക്കെയുള്ള ഈ ഒരു സബ്ജക്റ്റ് വളരെയധികം മിസ്അണ്ടർസ്റ്റുഡാണ്. ഈ ഇഷ്യൂസൊക്കെ ഡിസ്കസ് ചെയ്യാൻ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റായ സ്വാതി ഭട്ട് ആണ് നമ്മുടെ കൂടെയുള്ളത്. ഷീ ഡിഡ് ഹർ MPhil in clinical psychology from Manipal Academy of Higher Education and her masters from Tata Institute of Social Sciences, Mumbai. As for her UG, Swati did her BA Honours in Psychology from Indraprastha College from Delhi University. Hi Swati. Hello Adiba. It's good to see you. Thank you for coming. എല്ലാവർക്കും യുജിയിലേക്ക് പോകുമ്പം പഠിക്കാൻ പോകുന്ന സബ്ജക്റ്റിനെ കുറിച്ച് കുറച്ച് ധാരണകൾ ഉണ്ടാവും. അപ്പം സ്വാതി ആ ഒരു സ്റ്റേജിലായിരുന്നപ്പം സൈക്കോളജി ചേരാൻ പോകുന്ന സമയത്ത് സൈക്കോളജിയെ കുറിച്ച് എന്തൊക്കെയായിരുന്നു വിചാരിച്ചത്? കോഴ്സ് കഴിഞ്ഞതിന് ശേഷം അതിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വന്നിട്ടുണ്ടോ? ഓക്കെ, അത് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ് ആക്ച്വലി. അപ്പൊ ഈ സൈക്കോളജി ആസ് എ സബ്ജക്ട് എനിക്ക് ആദ്യമായിട്ട് എക്സ്പോഷർ കിട്ടിയത് സ്കൂളിൽ +1 +2 പഠിക്കുമ്പോൾ. എന്റെ ഹ്യൂമാനിറ്റീസ് സ്ട്രീം ആയിരുന്നു. അപ്പൊ നമ്മുടെ ഹ്യൂമാനിറ്റീസിന്റെ സ്ട്രീമിൽ സൈക്കോളജി വൺ ഓഫ് ദ സബ്ജക്ട്സ് ആയിരുന്നു. അപ്പൊ ആ സമയത്ത് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ വളരെ ബേസ് ലെവൽ ഒരു ഓറിയന്റേഷൻ അവര് കൊടുക്കണം ആ ടെക്സ്റ്റ് ബുക്ക് ത്രൂ. അപ്പൊ അതിൽ അങ്ങനെ ഡീറ്റെയിൽസിൽ പോണില്ല. അത് മോർ ഓഫ് ആ ഒരു ഫാസിനേഷൻ ആണ്. ഓ, സൈക്കോളജി ഇതൊരു ഡിഫറെന്റ് സബ്ജക്റ്റ് ആണല്ലോ. എന്റെ സമയത്ത് ഇതൊരു പോപ്പുലാരിറ്റി ഗെയിൻ ചെയ്തു വന്ന ഒരു സബ്ജക്റ്റ് ആയിരുന്നു. അപ്പോ ചില നോഷൻസ് എനിക്ക് ഉണ്ടായിരുന്നത്, ഓക്കെ ഇത് പഠിച്ചു കഴിഞ്ഞാൽ എനിക്കൊരു ആളുടെ പേഴ്സണാലിറ്റി അറിയാൻ പറ്റും, ഓക്കെ, അല്ലെങ്കിൽ എനിക്ക് ഒരാളെ കണ്ടാ മനസ്സിലാക്കാൻ പറ്റും അവരെന്താ ചിന്തിക്കണത്, അല്ലെങ്കിൽ ഈവൻ പറയുകയാണെങ്കിൽ ആ ഒരു കുട്ടി കാലത്തെ മൈൻഡില് എനിക്ക് തോന്നിയോ കൗൺസിലർ എന്നൊക്കെ ആവാൻ പറ്റുക പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഫാൻസി കാര്യമല്ല അല്ല. അപ്പൊ അങ്ങനത്തെ ചിന്തകൾ ഉണ്ടായിരുന്നു. പക്ഷേ അദീബ പറഞ്ഞ പോലെ ആ 3 വർഷം ഡീറ്റെയിൽസിൽ പോയപ്പോ ഈ സബ്ജക്റ്റിന്റെ എനിക്ക് മനസ്സിലായി ഇതൊക്കെ വളരെ ബേസ് ലെവൽ ചിന്തകളാണ്, തെറ്റായിട്ടുള്ള ചിന്തകളാണ്. ഇതിന്റെ എത്രയോ ബിയോണ്ട് ആണ് ഈ സബ്ജക്റ്റ് പോണത്. അതെനിക്ക് മനസ്സിലായത് ഇത് പഠിച്ച ശേഷമാണ്. അപ്പോ അത് നല്ലോണം ചേഞ്ച് ആയി. ഈ ആക്ച്വലി എനിക്ക് ഉണ്ടായ തെറ്റിദ്ധാരണകൾ പറയില്ലേ, ഇത് ശരിയായി മാറിപ്പോയി സബ്ജക്ട് പഠിച്ച ശേഷം. ഇപ്പൊ സ്വാതി പറഞ്ഞ പോലെ പലർക്കും പല തരത്തിലുള്ള തെറ്റിദ്ധാരണകളാണ് സൈക്കോളജിയെ കുറിച്ച്. സൈക്കോളജി ആണെങ്കിൽ വൈഡ്ലി പോപ്പുലർ ആയിട്ടുള്ള ഒരു സബ്ജക്റ്റുമാണ്. എല്ലാ കോളേജസിലും വളർന്നു വരുന്ന ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട്. ഒരുപാട് പേര് സൈക്കോളജി എടുക്കാൻ താല്പര്യപ്പെടുന്നവരുണ്ട്. അപ്പം ഇതിലൊക്കെ വരുന്ന കുറച്ച് മിസ്കൺസെപ്ഷൻസ് ഇനി പറഞ്ഞ് അതൊന്ന് ബ്രേക്ക് ഡൗൺ ചെയ്തു തരാം. ഓക്കെ, അപ്പം ഇതില് ഒരു കോമൺ ആയിട്ടുള്ള മിത്തുള്ളത് ഞാനിപ്പോ മെൻഷൻ ചെയ്ത പോലെ എനിക്കും അതുണ്ടായിരുന്നു പണ്ട്. നമുക്ക് ഈ സബ്ജക്ട് പഠിച്ചു കഴിഞ്ഞാൽ ഏതാളെ കണ്ടാലും കണ്ടിട്ട് തന്നെ നമുക്ക് ജഡ്ജ് ചെയ്യാം. ഓക്കെ, ജഡ്ജ് ടേം ഞാൻ യൂസ് ചെയ്യണത് എന്താ വെച്ച് കഴിഞ്ഞാൽ അത് ലേ പേഴ്സന്റെ ഒരു ചിന്തയാണ്. എനിക്ക് അസസ് ചെയ്യാൻ പറ്റും, ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും, ജഡ്ജ് ചെയ്യാൻ പറ്റും അയാൾ എന്താ തിങ്ക് ചെയ്യണത്. അപ്പൊ അത് വലിയൊരു മിത്താണ്. അങ്ങനെ അല്ല. ഇത് അങ്ങനത്തെ സൂപ്പർ പവേഴ്സ് തരണ ഒരു സബ്ജക്റ്റ് അല്ല. ഒരാളെ ജസ്റ്റ് കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. അത് ജസ്റ്റ് വൺ ഓഫ് ദ വേരിയസ് മെത്തേഡ്സ് ആണ്. ഒരാളെ കണ്ടിട്ട് ഒബ്സർവ് ചെയ്തിട്ട് കുറച്ച് ഇൻഫർമേഷൻ നമ്മൾക്ക് മനസ്സിലാക്കാം. പക്ഷെ അതിന്റെ ബിയോണ്ട് നമുക്ക് കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. സംസാരിച്ചിട്ട് അവരോട്, അവരുടെ ഫാമിലി മെമ്പേഴ്സ് ആയിട്ട് ഹിസ്റ്ററി നോക്കണം, പണ്ട് എന്തൊക്കെ ഉണ്ടായിണ്ട്. ഒബ്സർവേഷൻ ഒരു പ്രാവശ്യം മാത്രം ചെയ്താൽ പോരാ, പല പ്രാവശ്യം ചെയ്യണം. എന്നിട്ട് അതൊക്കെ ഒന്നിച്ച് കൂട്ടിയിട്ടാണ് നമുക്ക്
ഒരു കൺക്ലൂഷനിലേക്ക് എത്താൻ പറ്റുക. ചിലപ്പോൾ അത് കൺക്ലൂഷനിൽ പോലും എത്താൻ പറ്റില്ല. അതെ അതെ. ഓക്കെ, അപ്പോ അതൊരു വലിയ മിത്താണ്. Right. പിന്നെ കുറച്ചും കൂടി ഇതിന്റെ പ്രൊഫഷണൽ ആസ്പെക്ടിനെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോ സൈക്കോളജിസ്റ്റ്, ഓക്കെ, വലിയൊരു മിത്ത് ഉണ്ട്, സൈക്കോളജിസ്റ്റിനും മരുന്നുകൾ കൊടുക്കാം, ഓക്കെ, അല്ലെങ്കിൽ ബയോളജിക്കൽ ട്രീറ്റ്മെന്റ്സ് കൊടുക്കാം. കൗൺസിലേഴ്സിന് കുറെ പ്രാവശ്യം കോൾസ് വരാറുണ്ട്, ഞാൻ ഏത് മരുന്ന് കഴിക്കണം ഇതിനു വേണ്ടി, ഡോസ് കൂട്ടട്ടെ, അങ്ങനത്തെ വളരെ കോമൺ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പൊ ഒരു കാര്യം മനസ്സിലാക്കാനുള്ളത്, ഈ ഫീൽഡില് നിങ്ങൾ MD സൈക്കൈട്രി ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മെഡിസിൻസ് പ്രിസ്ക്രൈബ് ചെയ്യാം. പക്ഷെ MA അല്ലെങ്കിൽ BA സൈക്കോളജി, BSc സൈക്കോളജി, അതിന്റെ ലെവലിൽ നിങ്ങൾക്ക് മെഡിസിൻസ് പ്രിസ്ക്രൈബ് ചെയ്യാൻ പറ്റില്ല. അതൊരു മെഡിക്കൽ ഫീൽഡിൽ വരുന്ന ഒരു കാര്യമാണ്. ഇതിന്റെ ബന്ധപ്പെട്ടിട്ട് തന്നെ വേറൊരു ആസ്പെക്ട് ആണ് ഈ നമ്മുടെ പോപ്പുലർ മീഡിയ ഈ സബ്ജക്റ്റിനെ പറ്റിയിട്ട് കാണിക്കുന്ന ചില കാര്യങ്ങൾ. ഓക്കെ, അതെന്താണ്? ഓക്കെ, ഒരാളെ നമ്മൾക്ക് ഹിപ്നോട്ടൈസ് ചെയ്യാൻ പറ്റും ഒരു പെൻഡുലം യൂസ് ചെയ്തിട്ട്. അത് ചെയ്തു കഴിഞ്ഞാൽ അവരെല്ലാം പറയാൻ തുടങ്ങും അവരുടെ ജീവിതത്തിനെ കുറിച്ച്. അല്ലെങ്കിൽ സൈക്കോളജിക്കൽ ട്രീറ്റ്മെന്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഷോക്ക് കൊടുക്കലാണ് മെയിൻ ട്രീറ്റ്മെന്റ്. അപ്പൊ അങ്ങനത്തെ കുറെ നോഷൻസ് പോപ്പുലർ മീഡിയ, മൂവീസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് നമ്മുടെ സൊസൈറ്റിയിൽ. പക്ഷെ സത്യത്തിൽ അത് വളരെ ചെറിയൊരു ഭാഗമാണ് ഓവറോൾ ട്രീറ്റ്മെന്റിന്റെ. അത് കാണിക്കുന്ന രീതിയും ചിലപ്പോ വളരെ ക്രൂരമായിട്ടാ കാണിക്കുന്നത്. ഓക്കെ, പക്ഷെ ആക്ച്വലി അങ്ങനെയല്ല, അത് വളരെ സ്ട്രക്ചേർഡ് ആണ്. അതിന് ചില എത്തിക്കൽ ഗൈഡ് ലൈൻസ് ഫോളോ ചെയ്യണം എന്നുണ്ട്. പ്ലസ് അത് കുറെ വേറെ തരം തെറപ്പീസിന്റെ കൂടെ കമ്പൈൻ ചെയ്യണം. ഫോർ എക്സാമ്പിൾ കൗൺസിലിംഗ്, സൈക്കോതെറപ്പി, ഗ്രൂപ്പ് തെറപ്പി, ഫാമിലിന്റെ കൂടെ വർക്ക്. അപ്പൊ അത് നമുക്ക് ലിമിറ്റ് ചെയ്യാൻ പറ്റില്ല ഷോക്ക് തെറപ്പിയോ ഹിപ്നോസിസിലോ. അപ്പൊ അത് വേറൊരു മിത്തായിരുന്നു. പിന്നെ അതാണ് ഇപ്പൊ എനിക്ക് മെയിൻ ആയിട്ട് സൈക്കോതെറപ്പിയെ കുറിച്ചും പലരുടെയും ഒരു നോഷൻ ഉണ്ടാവാറില്ലേ? ഇപ്പം സംസാരിക്കുക മാത്രം ചെയ്യുന്നതാണ്, പിന്നെ ഇതിൽ എന്താ ഉള്ളത് എന്നുള്ള ഒരു ഡൗട്ട് പലർക്കും തോന്നിയിട്ടുണ്ട്. അതെ 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 അതെ. അപ്പൊ അദീബ പറഞ്ഞ പോലെ ഒരു ഇതും മീഡിയ കുറെ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് ഈ കാര്യത്തിന്. ദാറ്റ് ഒരു കൗൺസിലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്ലയന്റ് വരും, ഇരിക്കും, പിന്നെ കൗൺസിലർ വെറുതെ സംസാരിച്ചുകൊണ്ടിരിക്കും. ഓക്കെ, അങ്ങനെയാണ് കാണിക്കുന്നത്. അല്ലെങ്കിൽ കുറെ പ്രാവശ്യം കാണിക്കാറുണ്ട് കൗൺസിലർ ഇങ്ങനെ മിണ്ടാതിരിക്കും, ഒന്നും പറയാതെ വെറുതെ ഇങ്ങനെ തലയാട്ടിക്കൊണ്ടിരിക്കും. ക്ലയന്റ് വന്നിട്ട് എല്ലാം തുറന്നു പറയും, അപ്പൊ എല്ലാം ശരിയാവും. അങ്ങനെയുള്ള ശരിയാവും, മാജിക്കലി നമുക്ക് ക്വിക്ക് ഫിക്സ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി ആളുടെ ലൈഫ് ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റും. ഓക്കെ, പക്ഷെ അങ്ങനെയല്ല. ഫസ്റ്റ് ഓഫ് ഓൾ കൗൺസിലിംഗ് തെറപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റാൻഡം സംസാരിക്കലല്ല. ഓക്കെ, അതിൽ കുറെ അപ്രോച്ചസ് ഉണ്ട്, തിയററ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്, സ്കൂൾസ് ഓഫ് തോട്ട് ഉണ്ട്, സ്ട്രക്ചർ ഉണ്ട്, സ്കിൽസ് ഉണ്ട്. ഇതൊക്കെ പ്രോപ്പർ ട്രെയിനിങ് കഴിഞ്ഞിട്ടേ നമ്മൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇതിപ്പോ ഒരു ഫാമിലി മെമ്പറിന്റെ അടുത്ത് സംസാരിക്കണ പോലെ, അല്ലെങ്കിൽ നമ്മുടെ ക്ലോസ് ഫ്രണ്ടിന്റെ അടുത്ത് സംസാരിക്കണ പോലെ അല്ല. അതിനെക്കാട്ടിലും എത്രയോ കൂടുതൽ എലിമെന്റ്സ് ഉണ്ട് കൗൺസിലിങ്ങും സൈക്കോതെറപ്പിയിലും. അപ്പൊ അതൊരു കാര്യം. അപ്പം സബ്ജക്റ്റിന്റെ സ്കോപ്പ് ആയാലും കരിയറിനെ കുറിച്ചായാലും സൈക്കോളജിനെ പറ്റി ഒരുപാട് പേര് വിശ്വസിക്കുന്ന ഒരുപാട് എലമെന്റ്സ് മിസ്കൺസെപ്ഷൻസ് ആണ് അല്ലേ? അതെ അതെ, തീർച്ചയായിട്ടും. ഓക്കെ, ഒരു ടിപ്പിക്കൽ ഡൗട്ട് സ്റ്റുഡൻറ് സൈക്കോളജി UG പഠിക്കാൻ പോകുന്നവർക്ക് ഉണ്ടാവുന്നത്, BA സൈക്കോളജിയും BSc സൈക്കോളജിയും തമ്മിലുള്ള ഡിഫറൻസിനെ പറ്റിയാണ്. ഇതിൽ എത്രമാത്രം ശരിക്കും ഡിഫറൻസ് ഉണ്ട്? എന്താണ് ഡിഫറൻസസ്? അത് സിലബസിലാണോ, അല്ലെങ്കിൽ ഇത് കഴിഞ്ഞാൽ ടേക്കപ്പ് ചെയ്യാൻ പറ്റുന്ന ഓപ്പർച്യൂണിറ്റീസിലാണോ? എന്താണ് ശരിക്കും BA BSc സൈക്കോളജി ഡിഫറൻസ്? ഓക്കെ, അപ്പൊ ഈ പ്രശ്നത്തിന് ഞാൻ 2 ഭാഗമായിട്ട് ആൻസർ ചെയ്യാം. ഓക്കെ, ആദ്യം ഈ 2 ഗ്രൂപ്പ്സ് ഉണ്ടല്ലോ, സൈക്കോളജി ആസ് എ സയൻസ്, പിന്നെ സൈക്കോളജി ആസ് എൻ ആർട്ട്. അതിന്റെ അർത്ഥം എന്താണ് അത് ഞാൻ പറയാം. അത് കഴിഞ്ഞിട്ട് ഈ ഡിഫറെന്റ് ലേബിൾസ് നമ്മൾ യൂസ് ചെയ്യണ്ടല്ലോ, BA സൈക്കോളജി, BSc സൈക്കോളജി, ഇതിന്റെ എന്തെങ്കിലും കോൺസിക്വൻസസ് ഉണ്ടോ നമ്മൾ ഫർദർ പഠിക്കാൻ പോകുമ്പോൾ, അതിനെപ്പറ്റി സംസാരിക്കാം. ആദ്യത്തെ ഞാൻ ഭാഗം ആൻസർ ചെയ്യണമെങ്കിൽ, ഇതിന് സൈക്കോളജി ആസ് എ സയൻസ്
കൺസിഡർ ചെയ്യുന്ന ഗ്രൂപ്പ് മെയിൻലി പറയണത് ഇത് വളരെ ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള ഒരു ഫീൽഡാണ്. ഓക്കെ, ഇവിടെ ഇത് ബേസ്ഡ് ഓൺ സയൻസ്, സയന്റിഫിക് പ്രിൻസിപ്പിൾസ്, ടെസ്റ്റഡ് തിയറി, എംപെരിസിസം എന്ന് പറയുമല്ലോ. അഗൈൻ സയന്റിഫിക് ഒബ്ജക്റ്റീവ് അങ്ങനത്തെ എലിമെന്റ്സ് ആണ് സൈക്കോളജി. ഇത് സ്ട്രോങ്ലി ബിലീവ് ചെയ്യുന്ന ആൾക്കാരാണ് ഇതിനെ സൈക്കോളജി ആസ് എ സയൻസ് എന്ന് കൺസിഡർ ചെയ്യുന്നത്. ഈ രണ്ടാമത്തെ ഗ്രൂപ്പ് സൈക്കോളജി ആസ് എൻ ആർട്ട്, ആ ഗ്രൂപ്പ് ബിലീവ് ചെയ്യണത് ഇതിനെ നമ്മൾക്ക് അങ്ങനെ നാരോ ഡൗൺ ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ഒബ്ജക്ടിവിറ്റി വരുത്തിയിട്ട് ഇത് പറയാൻ പറ്റില്ല ഒരു റൂളാണ് ഈ സബ്ജക്റ്റിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റുന്നത്, അല്ലെങ്കിൽ ഒരു യൂണിവേഴ്സൽ റൂൾ ഉണ്ട്, പ്രിൻസിപ്പിൾ ഉണ്ട് എല്ലാത്തിനും എക്സ്പ്ലെയിൻ ചെയ്യണത്. അത് അവര് എതിർക്കും സൈക്കോളജി ആസ് എൻ ആർട്ട് ഗ്രൂപ്പ്. അവര് പറയണത് അല്ല, ഓരോ ആളുടെ റിയാലിറ്റി ഡിഫറെന്റ് ആണ്, ഓരോ ആളുടെ സോഷ്യൽ കോണ്ടെക്സ്റ്റ്, കൾച്ചറൽ കോണ്ടെക്സ്റ്റ്, ഏത് എൻവയൺമെന്റിലാണ് അവര് വളർന്നു വരുന്നത്, അവരുടെ എക്സ്പീരിയൻസസ് എന്താണ്, ഇത് അവര് പറയണത് യുണീക്ക് ആണ്. ഇത് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല, ജനറലൈസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇങ്ങനത്തെ എലിമെന്റ്സിന് കൂടുതൽ ഫോക്കസ് ചെയ്യണത് കൊണ്ട് അവര് പറയണത് സൈക്കോളജി ഒരു ആർട്ടാണ്. ഇനി അടുത്ത ഭാഗത്തിലേക്ക് വരികയാണെങ്കിൽ, ഇപ്പൊ ഞാൻ BA സൈക്കോളജി ചെയ്താൽ അല്ലെങ്കിൽ BSc സൈക്കോളജി ചെയ്താൽ ഇത് എന്റെ ഫർദർ എഡ്യൂക്കേഷനെ എങ്ങനെയാണ് ഇമ്പാക്ട് ചെയ്യാൻ പോണത്? ഇപ്പൊ ലാർജ്ലി നമ്മൾ കോണ്ടന്റ് നോക്കിക്കഴിഞ്ഞാൽ BSc സൈക്കോളജിയിൽ ഇപ്പോ ബയോളജിക്കൽ ആസ്പെക്ട്സ് അല്ലെങ്കിൽ ന്യൂറോളജിക്കൽ സൈക്കോളജി, ബ്രെയിനിനെ ഡീറ്റെയിൽ പഠിക്കുക, ഇതിൽ കുറച്ചും കൂടി കൂടുതൽ എംഫസിസ് ഉണ്ട്. പക്ഷെ എന്നാൽ നമുക്ക് ഇത് പറയാൻ പറ്റില്ല BA ഓണേഴ്സിൽ ഈ പേപ്പർ ഇല്ലാന്ന്. BA ഓണേഴ്സിലും ഉണ്ട് ബയോളജിക്കൽ സൈക്കോളജി, പക്ഷെ എന്നാൽ അത്ര ഡീറ്റെയിൽ പോവില്ല. അത് മോർ ഓഫ് ഓറിയന്റേഷൻ, അറിയാൻ ദാറ്റ് ഇങ്ങനെ ഒരു സബ് സ്പെഷ്യാലിറ്റിയും ഉണ്ട് എന്നുള്ള ഓറിയന്റേഷൻ അവർ തരും BA സൈക്കോളജി ലെവലിൽ. അപ്പൊ കോഴ്സ് കണ്ടന്റിനെ പറ്റി നോക്കുകയാണെങ്കിൽ മോർ ഓർ ലെസ് രണ്ട് കോഴ്സസും വളരെ സിമിലർ ആണ്. പിന്നെ നമുക്ക് ഇനി ഫർദർ ഇപ്പൊ സപ്പോസ് മാസ്റ്റേഴ്സിലേക്ക് എൻറ്റർ ചെയ്യണമെങ്കിലും BA കാർക്കും അപ്ലൈ ചെയ്യാം, BSc കാർക്കും അപ്ലൈ ചെയ്യാം, അവിടെ ഒരു വ്യത്യാസവും ഇല്ല. അപ്പൊ അതാണ് ലാർജ്ലി ഒരു പിന്നെ ഡിസേർണബിൾ ഡിഫറൻസ് നമുക്ക് പറയാൻ ബുദ്ധിമുട്ടാണ്, ബോത്ത് ഇൻ ടേംസ് ഓഫ് what to take up after the course and also course wise overview നോക്കുകയാണെങ്കിൽ അല്ലേ? അതെ അതെ. സോ ഇറ്റ്സ് അത്ര വലിയൊരു സിഗ്നിഫിക്കൻസ് ഉള്ള ഒരു കാര്യമല്ല ഈ ഒരു ഡിസ്റ്റിങ്ഷൻ എന്നാണ് നമുക്ക് പറയാൻ പറ്റാം. ഓക്കെ, നമ്മൾ നേരത്തെ ആർട്സ് ആൻഡ് സയൻസ് പെർസ്പെക്റ്റീവ്സ് ഡിസ്കസ് ചെയ്തല്ലോ, ഇൻ ജനറൽ കോഴ്സ് അല്ലാതെ തന്നെ സൈക്കോളജി ആസ് എ ഫീൽഡ്. അപ്പം സ്വാതിയുടെ ഒരു ടേക്ക് എന്താണ്? വാട്ട് ഈസ് ഇറ്റ് റിയലി? ഈസ് ഇറ്റ് മോർ ടുവേർഡ്സ് an arts or is psychology a science? ഓക്കെ, അപ്പൊ അഗൈൻ ഈ ക്വസ്റ്റ്യനെ പറ്റി ഞാൻ ചിന്തിക്കുമ്പോ അഗൈൻ സൈക്കോളജി തന്നെ പഠിച്ചിട്ട് ഇതിന്റെ ഉത്തരം ഷേപ്പ് ആയിട്ടുണ്ട് എന്റെ മൈൻഡിൽ. എനിക്കൊരു ഏറ്റവും വലിയ ലേണിംഗ് ഈ സബ്ജക്ട് പഠിച്ചിട്ടുണ്ടായിട്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് എക്സ്പീരിയൻസസ് അല്ലെങ്കിൽ ലേണിങ്സിനെ ഒരിക്കലും കാറ്റഗറൈസ് ചെയ്യാൻ പറ്റില്ല. ഇത് ഇതാണ് അല്ലെങ്കിൽ അതാണ്. മോസ്റ്റ് ഓഫ് ദി തിങ്സ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ അതൊരു മിക്സ് ആൻഡ് മാച്ച് ആണ്, അത് ഏത് കാര്യമായാലും. സോ ഈ ഒരു വിഷയത്തിൽ വരികയാണെങ്കിലും എനിക്ക് ഇത് തിങ്ക് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടുണ്ട്. ഇത് ഓക്കെ സയൻസ് ആണോ അല്ല ആർട്സ് ആണോ? ഞാൻ രണ്ട് ഭാഗവും കണ്ടിട്ടുണ്ട് എന്റെ പഠിപ്പില്. ചില സമയത്ത് ആ ഒരു സയന്റിഫിക് ആയിട്ടുള്ള പാർട്ട്, സ്പെഷ്യലി നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ആ ഒരു ബയോമെഡിക്കൽ മോഡൽ ഉണ്ടാവും. ഓക്കെ, ഇതിൽ നമ്മള് ഹോർമോണൽ ചേഞ്ചസിനെ പറ്റി പഠിക്കണു ബ്രെയിനില്, അല്ലെങ്കിൽ നമ്മുടെ ബ്രെയിനില് നടക്കുന്ന കാര്യങ്ങള് ഇൻ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മെന്റൽ ഹെൽത്ത് കണ്ടീഷൻസ്, അല്ലെങ്കിൽ ട്രീറ്റ്മെന്റ് അപ്രോച്ചസ്, മെഡിസിൻസ്, അതൊക്കെ നോക്കുമ്പോൾ അതൊരു പ്യൂർലി സയൻസ് ആയിട്ട് തോന്നും. പക്ഷെ ഇപ്പോ സപ്പോസ് കൗൺസിലിംഗ് അല്ലെങ്കിൽ സൈക്കോതെറപ്പി പ്രാക്ടീസിൽ നമ്മൾ എന്തിന്റെ മേലെയാ ഫോക്കസ് ചെയ്യണ? ഓക്കെ, ആ ആളുടെ കോണ്ടെക്സ്റ്റ് എന്താണ്, ഓക്കെ അവരുടെ യുണീക്ക് എക്സ്പീരിയൻസസ് എന്താണ്, അല്ലെങ്കിൽ അവര് എങ്ങനത്തെ സാഹചര്യമാണ് ഫേസ് ചെയ്തിട്ട് വന്നിരിക്കുന്നത്. അപ്പൊ അവിടെ നമുക്ക് സയൻസ് കൊണ്ടുവരാൻ പറ്റില്ല, ഓക്കെ ഒരു റൂൾ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ ചിന്തിച്ചാൽ അവിടെ അതൊരു ആർട്ടായിട്ട് കൂടുതൽ യൂസ്ഫുൾ ആണ് ടു തിങ്ക് അബൌട്ട്.
അപ്പോ എന്റെ ഒപ്പീനിയൻ ചോദിക്കുകയാണെങ്കിൽ അത് പ്യോർലി ഒരു സയൻസും അല്ല, പ്യോർലി ഒരു ആർട്ടും അല്ല, ഇറ്റ്സ് എ മിക്സ്ചർ ഓഫ് ബോത്ത് ഇസ് വാട്ട് ഐ വുഡ് സേ. ആബ്സല്യൂട്ട്ലി റൈറ്റ്. ഇതുപോലെ ഇപ്പം നമ്മൾ BA BSc ഡിസ്റ്റിങ്ഷൻ ഡിസ്കസ് ചെയ്തല്ലോ, അതുപോലെ തന്നെ ഉള്ള ഒരു കോമൺ ഡിസ്റ്റിങ്ഷൻ ഉണ്ട് കോഴ്സസിനെ പറ്റി പറയുമ്പോൾ. BA സൈക്കോളജിയും BA ഓണേഴ്സ് സൈക്കോളജിയും, ഇതിൽ എത്രമാത്രം ഡിഫറൻസസ് വരുന്നുണ്ട്? അതുപോലെ തന്നെ ഡസ് ഇറ്റ് മേക്ക് എ ലോട്ട് ഓഫ് ഇമ്പാക്ട് നമ്മൾ ഫർദർ എന്ത് പെർസ്യൂ ചെയ്യും എന്നുള്ളതിൽ? ഓക്കെ ഓക്കെ. അപ്പോ എന്റെ അണ്ടർസ്റ്റാൻഡിങ് അനുസരിച്ചിട്ട് ഇപ്പൊ ഞാൻ ചെയ്തത് BA ഓണേഴ്സ് സൈക്കോളജി കോഴ്സ് ആയിരുന്നു ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ. ഇത് ഞാൻ കുറച്ച് പേരുടെ കൂടെ ഡിസ്കസ് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് BA ഓണേഴ്സ് സൈക്കോളജി കുറച്ചും കൂടി ഫോക്കസ്ഡ് ആണ് സൈക്കോളജി റിലേറ്റഡ് സബ്ജക്ട്സിന്റെ മേലെ, കുറച്ചും കൂടി കോൺസെൻട്രേറ്റഡ് ആണ്, ലോഡഡ് ആണ് വിത്ത് സൈക്കോളജി ആൻഡ് സബ് സ്പെഷ്യാലിറ്റീസ്. BA സൈക്കോളജി എന്ന് വരുമ്പോൾ കുറച്ചും കൂടി ജനറൽ ആണ്, കുറച്ചും കൂടി ബ്രോഡ് ആണ്, അത്ര സബ് സ്പെഷ്യാലിറ്റീസിന്റെ ഉള്ളിലേക്ക് നമ്മൾ പോണില്ല. പക്ഷെ അഗൈൻ സെക്കൻഡ് പാർട്ട് ആൻസർ ചെയ്യുകയാണെങ്കിൽ ഇത് നമ്മുടെ ഫർദർ എഡ്യൂക്കേഷനെ ഇമ്പാക്ട് ചെയ്യണ്ടോ അല്ലെങ്കിൽ നമ്മുടെ എൻട്രീനെ ഇമ്പാക്ട് ചെയ്യണ്ടോ ഫോർ മാസ്റ്റേഴ്സ്? ഇല്ല. അഗൈൻ ഞാൻ കണ്ടിട്ടുണ്ട് BA സൈക്കോളജി ചെയ്ത കോഴ്സത്തെ കുട്ടികൾക്കും MA ചെയ്യാൻ പറ്റും, BA ഓണേഴ്സ് ചെയ്ത കുട്ടികൾക്കും ചെയ്യാൻ പറ്റും. അവരുടെ ലെവൽ ഓഫ് നോളജിലും അങ്ങനെ സ്റ്റാർക്ക് വ്യത്യാസങ്ങളൊന്നും ഞാൻ കണ്ടിട്ടില്ല, സിമിലർ ആണ്. ആൻഡ് അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ എല്ലാവരും ഒരേ ടെക്സ്റ്റ് ബുക്സ് ആണ് എന്ന് തോന്നുന്നു പഠിക്കുന്നത്. അതാണ് വേറെ കാര്യം. റൈറ്റ്. അപ്പം ആ ലേബലും ശരിക്കും ഒരു ഡിസ്റ്റിങ്ഷനും ഇല്ലാത്ത ഒരു ലേബൽ ആണെന്ന് മനസ്സിലായി. അതെ അതെ. അതുപോലെ UG ലെവലില് സൈക്കോളജി കോഴ്സസ് നോക്കുമ്പോൾ നമുക്ക് ഡിഫറെന്റ് സ്പെഷ്യലൈസേഷൻസ് കാണാൻ പറ്റും. ഇപ്പം അപ്ലൈഡ് സൈക്കോളജി, അതുപോലെ ഹെൽത്ത് സൈക്കോളജി, രണ്ട് സ്പെഷ്യലൈസ്ഡ് UG കോഴ്സസ് ആണ്. ഈ പിന്നെ സ്പെഷ്യലൈസേഷൻസ് ഒക്കെ ഒരു ഡിഗ്രി ലെവലിൽ പെർസ്യൂ ചെയ്യുന്നതിൽ സ്വാതിക്ക് പേഴ്സണലി ഡു യു തിങ്ക് ഇറ്റ്സ് എ ഗുഡ് ഓപ്ഷൻ, ഓർ ഡു യു തിങ്ക് ഒരു ജനറൽ പിന്നെ ബ്രോഡർ സ്പെഷ്യലൈസേഷൻ ഇല്ലാത്ത ഒരു UG ചെയ്യുന്നതാണോ നല്ലത്? ഓക്കെ, ഇപ്പോ സൈക്കോളജി മാത്രല്ല ഏത് കോഴ്സിലും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അണ്ടർ ഗ്രാജുവേഷൻ ലെവലിന്റെ പേർപ്പസ് എന്താണെന്ന് നമ്മൾ ആലോചിക്കണം. ഫസ്റ്റ് ഏത് സബ്ജക്റ്റിനെയും ഡീറ്റെയിൽ ആയി പഠിക്കണ മുമ്പ് എന്റെ ഒപ്പീനിയനിൽ ഒരു ബ്രോഡ് അണ്ടർസ്റ്റാൻഡിങ് അല്ലെങ്കിൽ ഒരു ജനറൽ പെർസ്പെക്റ്റീവ് കിട്ടണത് എപ്പോഴും നല്ലതാണ്. ഇപ്പൊ സപ്പോസ് ഞാൻ അണ്ടർ ഗ്രാജുവേറ്റ് ലെവലില് ഡയറക്ട്ലി ഇപ്പോ ഹെൽത്ത് സൈക്കോളജി പഠിക്കാൻ പോകണം അല്ലെങ്കിൽ ഫോറൻസിക് സൈക്കോളജി പഠിക്കാൻ പോകണം, ഓക്കെ അതെന്റെ ചോയ്സ് ആയിരിക്കാം. പക്ഷെ എന്നാ വേറെ എന്തൊക്കെയുണ്ട് ആ സബ്ജക്റ്റില് അതിന്റെ എക്സ്പോജർ മിസ്സായി പോയി, എനിക്കറിയില്ല എന്തൊക്കെയുണ്ടെന്ന്. അപ്പൊ അണ്ടർ ഗ്രാജുവേഷൻ ലെവലിൽ കുറച്ചും കൂടി ജനറൽ ആക്കിയിട്ട് വെക്കുകയാണെങ്കിൽ അതെനിക്ക് പിന്നെ ചോയ്സ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യണം. അല്ലെങ്കിൽ എനിക്ക് എന്ത് ഇഷ്ടമാണ്, എന്ത് ഇഷ്ടമല്ല, എന്താണ് മോർ കംഫർട്ടബിൾ ഫോർ മീ, ഏതിലാണ് ഇൻട്രസ്റ്റ്, അത് ചൂസ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി എനിക്ക് തോന്നുന്നത് ജനറൽ കോഴ്സ് ആണെങ്കിൽ ബെറ്റർ ആണ്. ഒരു അഡ്മിഷൻ എടുക്കാൻ നിൽക്കുന്ന സ്റ്റുഡന്റിന് സ്ട്രീം ബേസ്ഡ് ആയിട്ടുള്ള ഏതെങ്കിലും എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഉണ്ടോ? ഇപ്പം BA അല്ലെങ്കിൽ BSc സൈക്കോളജിയിലേക്ക് കയറാൻ വേണ്ടിയിട്ട് ഇതില് എനിക്കറിയണ അക്കോർഡിംഗ്ലി വേറെ സ്ട്രീംസിന് ഡിസ്ക്രിമിനേഷൻ ഒന്നുമില്ല. ഏത് സ്ട്രീമത്തെ കുട്ടിക്ക് വേണമെങ്കിലും അപ്ലൈ ചെയ്യാം. അവര് സയൻസ് പഠിച്ചിട്ടുണ്ടെങ്കിലും അപ്ലൈ ചെയ്യാം, കോമേഴ്സ് പഠിച്ചാലും അപ്ലൈ ചെയ്യാം. പിന്നെ ഞാൻ ഷുവർ അല്ല, പക്ഷെ എനിക്ക് തോന്നുന്നു മേ ബി കുറച്ച് പെർസെന്റേജസിൽ വ്യത്യാസമുണ്ട് കട്ട് ഓഫിന് അല്ലെ. കോളേജസ് വൈസും മേ ബി ഡിഫറൻസസ് ഉണ്ടാവാം അല്ലെ. Can you give us an overview like BA അല്ലെങ്കിൽ BSc സൈക്കോളജി ആണെങ്കിലും മേജർലി എന്തൊക്കെ ടൈപ്പ് ഓഫ് പേപ്പേഴ്സ് ആണ് അണ്ടർ ഗ്രാജുവേറ്റിൽ ഉണ്ടാവുക? ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഇത് അണ്ടർ ഗ്രാജുവേഷനിൽ ഒരു ജനറിക് കോഴ്സ് ആണ്. അപ്പൊ അതിൽ അവർ മാക്സിമം ട്രൈ ചെയ്തിട്ട് ഇതിന്റെ ഡിഫറെന്റ് ബ്രാഞ്ചസിന് ഒരു ഓറിയന്റേഷൻ കൊടുക്കാൻ സ്റ്റുഡൻസിന്. അപ്പൊ നമ്മുടെ 3 ഇയേഴ്സിന്റെ കോഴ്സ് ആയിരുന്നു അണ്ടർ ഗ്രാജുവേഷന്റെ. അതിൽ മെയിൻലി 2 ഡിവിഷൻസ് ആയിരുന്നു. ഒന്ന് തിയറി പാർട്ട്, പിന്നെ കുറച്ച് നമുക്ക് പ്രാക്ടിക്കൽസും ഉണ്ടായിരുന്നു. തിയറിയിൽ ചില പേപ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യൽ സൈക്കോളജി, പിന്നെ എന്താ പറയുക ജനറൽ സൈക്കോളജി, ബയോളജിക്കൽ സൈക്കോളജി,
പിന്നെ ഓർഗനൈസേഷണൽ സൈക്കോളജി, ഹെൽത്ത് സൈക്കോളജി, പിന്നെ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ഒരു പേപ്പർ ഉണ്ടായിരുന്നു, റിസർച്ച് മെത്തഡോളജി, പിന്നെ സൈക്കോളജിയിൽ തന്നെ ഡിഫറെന്റ് സ്കൂൾസ് ഓഫ് തോട്ട് അല്ലെങ്കിൽ ഡിഫറെന്റ് അപ്രോച്ചസ് എന്ന് പറയാലോ, അതിനെ പറ്റിയിട്ട് ഒരു പേപ്പർ ഉണ്ടായിരുന്നു. പ്രാക്ടിക്കൽ പാർട്ടിൽ വരുമ്പോ അത് മോസ്റ്റ്ലി എനിക്ക് ഓർമ്മയുള്ളത് ഒന്ന് ഇത് അസസ്മെന്റ്സ് ഉണ്ടാവുമല്ലോ, നമ്മൾ തെറപ്യൂട്ടിക് സ്പേസസിൽ യൂസ് ചെയ്യണ പേഴ്സണാലിറ്റി ടെസ്റ്റ്, ഇന്റലിജൻസ് ടെസ്റ്റ്, ലേണിംഗ് ടെസ്റ്റ്, ഇതിന്റെയൊക്കെ ഒരു ഓറിയന്റേഷൻ, അതിനെ കണ്ടക്ട് എങ്ങനെയാ ചെയ്യേണ്ടത്, അതിനെ സ്കോർ എങ്ങനെയാ ചെയ്യേണ്ടത്, അങ്ങനത്തെ കാര്യങ്ങൾ പഠിപ്പിക്കുകയായിരുന്നു. പിന്നെ രണ്ടാമത്തെ ലെവൽ എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഡിഫറെന്റ് റിസർച്ച് മെത്തേഡ്സ്. ഇപ്പൊ ഒരു ഇന്റർവ്യൂ നമ്മൾ എങ്ങനെ കണ്ടക്ട് ചെയ്യണം, അല്ലെങ്കിൽ അതിനെ എങ്ങനെ ഇന്റർപ്രറ്റ് ചെയ്യണം, ഒബ്സർവേഷൻ സ്റ്റഡി എങ്ങനെയാ നടത്തുക, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഡിസ്കഷൻ, ഫോക്കസ്ഡ് ഗ്രൂപ്പ് ഡിസ്കഷൻ എങ്ങനെയാ നടത്തുക, അതിനെ പറ്റിയിട്ടുള്ള പ്രാക്ടിക്കൽസ്. അപ്പൊ ഇത് 2 തരത്തായിരുന്നു എന്റെ UGയില് പ്രാക്ടിക്കൽസ്. പിന്നെ എനിക്ക് ഓർമ്മയുണ്ട് 3rd ഇയറിൽ അവർ നമ്മൾക്ക് ഒരു ഓപ്ഷൻ കൂടി തന്നിട്ടുണ്ടായിരുന്നു. അതിപ്പോ കോളേജ് ടു കോളേജ് ഡിഫർ ചെയ്യും. നമുക്കൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു റീസെർച്ചിന് ഓപ്റ്റ് ചെയ്യാൻ. അപ്പൊ അത് അണ്ടർ ഗ്രാജുവേഷൻ ലെവലിൽ തന്നെ അവർ ഓപ്പർച്യൂണിറ്റി തരുകയാണ്. നിങ്ങൾക്ക് റിസർച്ച് ലൈനിൽ ഇൻക്ലിനേഷൻ ഉണ്ടെങ്കിൽ യു ക്യാൻ ടേക്ക് അപ്പ് ദാറ്റ്. 12th കോമേഴ്സ് അല്ലെങ്കിൽ സയൻസ് പഠിച്ചിട്ടുള്ള കുട്ടികൾക്ക് BA സൈക്കോളജി അല്ലെങ്കിൽ BSc സൈക്കോളജിയിൽ എൻട്രി ചെയ്യുമ്പോൾ എന്തെങ്കിലും ഡിഫറൻസസ് ഉണ്ടാവുക? അതായത് അവര് ഇന്ന സബ്ജക്ട്സ് പഠിച്ചത് കാരണം അവർക്കൊരു അപ്പർ ഹാൻഡ് ഉണ്ടാവുക, പിന്നെ സയൻസ് സബ്ജക്ട്സ് പഠിച്ചത് കാരണം ഇങ്ങനെ സെൻസിറ്റിവിറ്റീസ് ഇല്ലാത്തത് കാരണം ഡിഫിക്കൽട്ട് ആവുക, അങ്ങനെ എന്തെങ്കിലും ഡിഫിക്കൽട്ടീസ് അല്ലെങ്കിൽ അഡ്വാൻറ്റേജസ് ഉണ്ടാവോ സ്ട്രീം വൈസ്? എന്താണ് നമ്മൾ ഹയർ സെക്കൻഡറിയിൽ ചെയ്തത് എന്നുള്ളത്? ഓക്കെ, ഞാൻ അഡ്വാൻറ്റേജ് ആയിട്ട് അവർക്ക് കണ്ടിരിക്കുന്നത് ഈ സയൻസ് എസ്പെഷ്യലി ബയോ സബ്ജക്റ്റ് ഉള്ള കുട്ടികള് 11-12 സ്റ്റാൻഡേർഡില് ഡീറ്റെയിൽ ആയിട്ട് ബ്രെയിനിനെ പറ്റി പഠിച്ചിട്ടുണ്ടാവും. അപ്പൊ അവര് ഈ അണ്ടർ ഗ്രാജുവേറ്റ് ലെവലില് ഈ ബയോളജിക്കൽ സൈക്കോളജി പോലത്തെ പേപ്പർ വരുമ്പോ അവരുടെ അണ്ടർസ്റ്റാൻഡിങ് കുറച്ചും കൂടി ബെറ്റർ ആണ്. ഇപ്പൊ ഒരു ആർട്സ് ബാക്ക്ഗ്രൗണ്ട് കുട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഇത്ര ഡീറ്റെയിലിൽ പഠിച്ചിട്ടില്ല ഫിസിയോളജി, ബ്രെയിനിനെ കുറിച്ച്. ഇപ്പൊ ഞാൻ കണ്ടിരിക്കുന്ന ആ സമയത്ത് ഈ സയൻസിന്റെ കുട്ടികളായിരിക്കും അവിടെ ചാർജ് എടുക്കുക, ഞാൻ പറഞ്ഞുതരാം, അല്ലെങ്കിൽ ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ ബയോയില് +1 +2. അപ്പൊ ആ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട് അവർക്ക്. ബട്ട് ആസ് സച്ച് ഡിസ്അഡ്വാൻറ്റേജസ് എനിക്ക് തോന്നിയിട്ടില്ല അവർക്ക് ഉണ്ട്. എന്താ വെച്ച് കഴിഞ്ഞാൽ അണ്ടർ ഗ്രാജുവേഷനില് നമ്മള് പഠിക്കണത് ബേസിക്കലി ആൻ എക്സ്റ്റൻഷൻ ഓഫ് +1 +2 ബേസിക് ആയിട്ട് അവര് ജസ്റ്റ് ഓറിയന്റേറ്റ് ചെയ്തിട്ടുണ്ടാവുള്ളൂ. അണ്ടർ ഗ്രാജുവേഷൻ കുറച്ചും കൂടി ഡീറ്റെയിലിൽ പോകും. സോ ഈവൺ ഇഫ് നിങ്ങൾ +1 +2 സൈക്കോളജി ആസ് എ സബ്ജക്ട് പഠിച്ചിട്ടില്ലെങ്കിൽ അങ്ങനെ ബുദ്ധിമുട്ട് വരില്ല ഈ ലെവലിൽ. വാട്ട് അബൌട്ട് നമ്മുടെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് ഇൻ റിസർച്ച് ഒരു മേജർ ഒരു സബ്ജക്റ്റ് ആണല്ലോ. മാത്സ് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്തവർക്ക് വിൽ ഇറ്റ് ബി ഡിഫിക്കൽട്ട് ടു ഹാൻഡിൽ ദാറ്റ് സബ്ജക്ട്, അല്ലെങ്കിൽ ഇസ് ഇറ്റ് പഠിച്ചെടുക്കാൻ പറ്റുന്ന ലെവലിലുള്ള ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് ആപ്ലിക്കേഷൻ ആണോ UG ലെവലിലുള്ളത്? ഓക്കെ, സോ UG ലെവലത്തെ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ ബേസിക് ലെവൽ സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. ഓക്കെ, മോസ്റ്റ്ലി ഫസ്റ്റ് ഇയറിലൊക്കെ നമ്മൾ പഠിക്കുന്നത് മീൻ, മീഡിയൻ, മോഡ്, അങ്ങനത്തെ കാര്യങ്ങൾ. അത് നമ്മൾ 10th സ്റ്റാൻഡേർഡ് വരെ എല്ലാവരും പഠിച്ചിട്ടുണ്ടോ, നമ്മുടെ ഇക്കണോമിക്സിന്റെ സബ്ജക്റ്റിലൊക്കെ അത് വന്നിട്ടുണ്ടോ. പിന്നെ 3rd ഇയറിൽ കുറച്ച് അഡ്വാൻസ്ഡ് ലെവൽ സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. അതില് യെസ് മാത്സ് ഉണ്ട്, ഫോർമുലാസ് ഉണ്ട്. ഇപ്പൊ ചിലവർക്ക് ആ ഫിയർ ഓഫ് നമ്പേഴ്സ്, മാത്സ്, ക്വാണ്ടിറ്റി ഉള്ള കുട്ടികൾ ഞാൻ കണ്ടിട്ടുണ്ട്. അവർ പേടിച്ചു പോയോ ഈ സ്റ്റാറ്റിസ്റ്റിക്സ് എന്നെ കൊണ്ട് ആവില്ലാണ്. പക്ഷെ ഞാനും പേഴ്സണലി പറയുകയാണെങ്കിൽ എനിക്ക് മാത്സ് എപ്പോഴും പേടിയുള്ള ഒരു സബ്ജക്റ്റ് ആയിരുന്നു. അപ്പൊ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു ഞാൻ എങ്ങനെ ഈ സബ്ജക്ട് പഠിക്കും. പക്ഷെ അത് ആക്ച്വലി പഠിക്കാൻ തുടങ്ങിയപ്പോ അത് അങ്ങനെ ബുദ്ധിമുട്ടായിട്ടുള്ള സബ്ജക്റ്റ് ഒന്നും അല്ല. കുറച്ച് എഫേർട്ട്, പിന്നെ ഹെൽപ്പ് എടുക്കുക ഫ്രണ്ട്സിന്റെ അടുത്ത്, പ്രൊഫസേഴ്സിന്റെ അടുത്ത്, കുറച്ച് സെൽഫ് എഫേർട്ട് എടുത്തു കഴിഞ്ഞാൽ അത് നമുക്ക് ഈസിലി പഠിക്കാൻ പറ്റിയ ഒരു സബ്ജക്റ്റ് ആണ്. 10th ലെവൽ മാത്സ് വെച്ചിട്ട് തന്നെ നമുക്കൊരു ഗ്രൗണ്ട് ഉണ്ടാവും. ഡെഫിനറ്റ്ലി ഇതിൽ നമുക്ക് അഡ്വാൻസ് മാത്തമാറ്റിക്സിന്റെ ബാക്ക്ഗ്രൗണ്ട് ഒന്നും വേണ്ട സ്റ്റാറ്റിസ്റ്റിക്സ് പഠിക്കും. ഒരു ഫ്രഷറിന് UG സൈക്കോളജിയിൽ എൻട്രി ചെയ്യുന്ന ഫ്രഷറിന്
സ്വാതി കൊടുക്കുന്ന ടിപ്സ് എന്തൊക്കെയായിരിക്കും? ഹൗ ടു ബെസ്റ്റ് കൺസ്യൂം ദിസ് നോളജ്, ഹൗ ടു മേക്ക് ദ മോസ്റ്റ് ഔട്ട് ഓഫ് ദോസ് 3 academic years? Right. Again, very, important question there. എന്താ വെച്ച് കഴിഞ്ഞാൽ സ്കൂൾ വരെ നമ്മള് വളരെ ഒരു കംഫർട്ട് സോണിലാണ്. കുറെ കുട്ടികൾ ഒരേ സ്കൂളിലായിരിക്കും 12-14 വർഷം സ്പെൻഡ് ചെയ്യുക ഒരേ ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുടെ കൂടെ. പക്ഷെ കോളേജിൽ വരുമ്പോ എങ്ങനെ വെച്ചാൽ അതൊരു സമുദ്രം പോലെയാണ്. ഡിഫറെന്റ് പാർട്സ് ഓഫ് ദി കൺട്രി, ഡിഫറെന്റ് കൾച്ചേഴ്സ്, ചിലപ്പോ ഫോറിൻ സ്റ്റുഡൻസ് പോലും ഉണ്ടാവും നിങ്ങളുടെ ക്ലാസ്സിൽ. അപ്പൊ അത് ഐ ഫീൽ ഫോർ എ സബ്ജക്ട് ലൈക്ക് സൈക്കോളജി ഈസ് വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് അഡ്വാൻറ്റേജസ് ദാറ്റ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റണത്. അപ്പോ അക്കാഡമിക്കലി സ്പീക്കിംഗ് എനിക്ക് തോന്നുന്നത് ഈ ഡിഫറെന്റ് തിയററ്റിക്കൽ സബ്ജക്ട്സ് ആയാലും ശരി, അല്ലെങ്കിൽ പ്രാക്ടിക്കൽസ് ആയാലും ശരി, കുറെ ഇൻവോൾവ്മെന്റ്, അല്ലെങ്കിൽ ഈ സബ്ജക്ട് എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഒരു 100 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും മനസ്സിൽ. ഇതെങ്ങനെ, അതെങ്ങനെ. അപ്പോ ആ സമയത്ത് അതിനെ ഒന്നും മനസ്സിൽ വെക്കാതെ ആക്റ്റീവ്ലി ഡിസ്കസ് ചെയ്യാം. പ്രൊഫസേഴ്സിന്റെ കൂടെ, നിങ്ങളുടെ പിയർ ഗ്രൂപ്പിന്റെ കൂടെ സമയം കിട്ടുമ്പോഴൊക്കെ ഇതിനെ പറ്റിയിട്ട് ആക്റ്റീവ് ഡിസ്കഷൻസ് നടത്തുക. അതൊന്ന്. പിന്നെ ഓരോരുത്തരുടെ ഇൻട്രസ്റ്റ് അനുസരിച്ചിട്ട് ഒബ്വിയസ്ലി വൺ ഈസ് നിങ്ങൾക്ക് കോളേജ് പ്രിസ്ക്രൈബ് ചെയ്യണ ടെക്സ്റ്റ് ബുക്സ്, ആ സിലബസിലുള്ള സ്റ്റാൻഡേർഡ് ചില ബുക്സ് ഉണ്ടാവുമല്ലോ, അത് വായിച്ചു. പക്ഷെ നിങ്ങൾക്ക് എക്സ്ട്രാ അറിയണമെങ്കിൽ ഇപ്പോ എല്ലാം നല്ല യൂണിവേഴ്സിറ്റീസിൽ ഒരു തിരക്കേടില്ലാത്ത ലൈബ്രറി ഉണ്ടാവും. അപ്പൊ അവിടെ പോയിട്ട് ഒന്ന് നോക്കുക, ഓക്കെ ഇസ് ദർ സംതിങ് വിച്ച് ഇസ് ഗ്രാബിങ് മൈ അറ്റൻഷൻ, എന്തെങ്കിലും ഈ ഫീൽഡിൽ എനിക്ക് കൂടുതൽ ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നുന്ന കാര്യങ്ങളുണ്ടോ, അതിനെ പറ്റിയിട്ട് എനിക്ക് വായിക്കാൻ പറ്റുമോ, ആ റിസോഴ്സസ് അവൈൽ ചെയ്യാം. പിന്നെ ഈ ക്ലാസ്സസും ടീച്ചേഴ്സ് ലൈബ്രറി അല്ലാണ്ട് ഒരു വേൾഡ് ഉണ്ട്. അതെങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഈ ബുക്സിന്റെ പുറത്തിറങ്ങി ഫെസ്റ്റുകൾ ഉണ്ടാവുമല്ലോ, അത് കോളേജ് ലെവലിൽ നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ഫെസ്റ്റ് ഉണ്ടാവാം, അല്ലെങ്കിൽ ഇന്റർ കോളേജ് ഫെസ്റ്റ് ഉണ്ടാവാം, വേറെ യൂണിവേഴ്സിറ്റീസിൽ പോലും ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവും, ഫെസ്റ്റിവൽസ്, സൈക്കോളജി റിലേറ്റഡ് ഫെസ്റ്റിവൽസ്, അല്ലെങ്കിൽ ഇങ്ങനത്തെ ചെറിയ പേപ്പർ പ്രസന്റേഷൻ, സിംപോസിയം കോമ്പറ്റീഷൻസ്, കോൺഫറൻസസ്, പിന്നെ ഓരോ ടോക്സ് ഒക്കെ നടത്തും ചില യൂണിവേഴ്സിറ്റീസ് സ്പെസിഫിക് ആയിട്ടുള്ള ടോപ്പിക്സിനെ പറ്റിയിട്ട്. സൈക്കോളജിയിൽ റീസെന്റ് എന്താ നടക്കുന്നത് ഫീൽഡിൽ. അപ്പൊ ഇതൊക്കെ നമ്മൾക്ക് എത്രമാത്രം അറ്റൻഡ് ചെയ്യാൻ പറ്റും, നമുക്ക് അത്ര നമ്മുടെ മൈൻഡ് ഓപ്പൺ ആവും ടു എത്ര പോസിബിലിറ്റീസ് ഉണ്ട് ഈ ഫീൽഡിൽ. അല്ലെങ്കിൽ നമ്മളൊരു ഷെല്ലിലായിരിക്കും, നമുക്ക് അറിയില്ല എന്തൊക്കെയാ നടക്കുന്നത്. പിന്നെ സൈക്കോളജി ആസ് എ ഫീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഓരോ ദിവസം പുതിയ 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 കാര്യങ്ങൾ ഇതിൽ ആഡ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ നമുക്ക് അപ്ഡേറ്റഡ് ആയിട്ട് ഇരിക്കണം, അറിയണം, നല്ല ചോയ്സസ് ഉണ്ടാക്കണമെങ്കിൽ അങ്ങനത്തെ എക്സ്പോഷേഴ്സ് ക്രിയേറ്റ് ചെയ്യണം, ഓപ്പർച്യൂണിറ്റീസ്. പിന്നെ അങ്ങനെ ഉണ്ടാവുമ്പോൾ ആക്റ്റീവ്ലി പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. അക്കാഡമിക്സിന് മാത്രമല്ല, ലൈക്ക് വാട്ട് ഐ എം ട്രൈങ് ടു സേ ഇസ് ദാറ്റ് ശരി അക്കാഡമിക് കരിക്കുലമിൽ വരുന്ന കാര്യങ്ങൾ ഓക്കെ, പക്ഷെ അത് മാത്രമല്ല പഠിപ്പിൽ വരുന്നത് ഈ സബ്ജക്റ്റിന്റെ. അപ്പാർട്ട് ഫ്രം ദാറ്റ് സ്കിൽ വൈസ്, നോളജ് അല്ലാതെ സ്കിൽ വൈസ് ഒരു സൈക്കോളജി സ്റ്റുഡന്റ് UG ലെവലിൽ എന്തൊക്കെ സ്കിൽസ് ആണ് ഡെവലപ്പ് ചെയ്ത് ഹോൺ ചെയ്ത് എടുക്കാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്? അലോങ് വിത്ത് ദ കോഴ്സ് നമ്മുടെ കരിയറിലേക്ക് വേണ്ടിയ ചില ടൈപ്പ് ഓഫ് സ്കിൽസ് ഉണ്ടാവില്ലേ, ഇഫ് യു വാണ്ട് ടു ഡെവലപ്പ് ആസ് എ സൈക്കോളജിസ്റ്റ്, അങ്ങനത്തെ എന്തൊക്കെ സ്കിൽസ് ആണ് ശരിക്കും സ്റ്റുഡന്റ് ഇയേഴ്സിൽ തന്നെ നമ്മൾ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരേണ്ടത്? ഓക്കെ, അപ്പൊ സ്പെസിഫിക്കലി ഇപ്പൊ ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ 3 ബ്രാഞ്ചസ് ആണ് ഏറ്റവും പോപ്പുലർ: ക്ലിനിക്കൽ സൈക്കോളജി, കൗൺസിലിംഗ് സൈക്കോളജി, പിന്നെ ഓർഗനൈസേഷണൽ ബിഹേവിയർ. അപ്പൊ ഈ 3 ഏരിയാസ് നോക്കുകയാണെങ്കിൽ ആസ് എ ഹെൽപ്പിംഗ് പ്രൊഫഷണൽ ചില സ്കിൽസ് ഉണ്ട്, അത്യാവശ്യമാണ് അത്. അതില് ബേസിക് ആയിട്ട് വരുന്നത് എംപതി. ഓക്കെ, വേറൊരു ആളുടെ വേൾഡ് അല്ലെങ്കിൽ എക്സ്പീരിയൻസസ്, ബുദ്ധിമുട്ടുകള്, നല്ല കാര്യങ്ങള്, അതിനെ ഫീൽ ചെയ്യാൻ പറ്റുക ആസ് ഇഫ് യു വർ ഇൻ ദെയർ പൊസിഷൻ ദാറ്റ് ടൈം. ഓക്കെ, അങ്ങനത്തെ ഒരു കോൺസെപ്റ്റ് ആണ് എംപതി. അതേപോലെ ശ്രദ്ധിച്ചിട്ട് കേൾക്കുക, ആക്റ്റീവ് ലിസ്ണിംഗ് എന്ന് പറയും അതിന്. ഓക്കെ, പിന്നെ നമ്മൾ കമ്മ്യൂണിക്കേഷൻ ചെയ്യുമ്പോൾ, ബിക്കോസ് ഒബ്വിയസ്ലി ആസ് എ സബ്ജക്ട് ഇതിൽ കുറെ കമ്മ്യൂണിക്കേഷൻ വരുന്നു, വേർഡ്സിന്റെ കൂടെ മാത്രമല്ല, നോൺ വെർബലി നിങ്ങളുടെ ബോഡി ലാംഗ്വേജിൽ വരുന്ന കമ്മ്യൂണിക്കേഷൻ, അല്ലെങ്കിൽ ഫേഷ്യൽ എക്സ്പ്രഷൻസിന്റെ കമ്മ്യൂണിക്കേഷൻ, അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്.
അപ്പൊ നമ്മള് ആ കമ്മ്യൂണിക്കേഷൻ ഒരു സ്ട്രക്ചേർഡ് വേയില്, സയന്റിഫിക് വേയില് എങ്ങനെ നടത്തണം, അല്ലെങ്കിൽ ഏതൊക്കെ നോൺ വെർബൽ കാര്യങ്ങളെയാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്, അങ്ങനത്തെ കുറെ സ്കിൽസ് അക്വയർ ആവും. പിന്നെ ജനറലി വേറെ ഒരു സ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ തിങ്ക് വിച്ച് ഇസ് ഇമ്പോർട്ടൻറ്റ് കരിയറിലും മുന്നോട്ട് പോകാനാണ് എത്തിക്സ്. ഓക്കെ, ഹാവിംഗ് ദ Right. മൈൻഡ് സെറ്റ് ഓഫ് ഡൂയിങ് ദ റൈറ്റ് തിങ്. എന്താ വെച്ചാൽ ഇത് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു പ്രൊഫഷനാണ്. ഇവിടെ ഒരു റോങ് സ്റ്റെപ്പ് എടുത്തു, അല്ലെങ്കിൽ നമ്മൾ അറിയാത്ത ഒരു കാര്യം പറഞ്ഞു, ഓക്കെ, അത് അതിന്റെ കോൺസിക്വൻസസ് ചിലപ്പോ ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്ന ടൈപ്പ് ആവാം. അപ്പൊ നമ്മൾ എപ്പോഴും ഫ്രം ദ സ്റ്റാർട്ടിങ് ഒരു മൈൻഡ് സെറ്റ് വേണം, ഞാൻ ഓരോ കാര്യം പഠിക്കുമ്പോ അതിന്റെ എത്തിക്സ് കൂടെ പഠിച്ചുകൊണ്ട് പോകണം. അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് വെക്കുകയാണെങ്കിൽ അത് ഈവൻ കരിയറിൽ എൻറ്റർ ചെയ്യുമ്പോൾ നിങ്ങളുടെ ആ ഒരു ആറ്റിറ്റ്യൂഡ് ഡെവലപ്പ് ആവും. ദാറ്റ് ഓക്കെ, ഞാൻ എന്ത് കാര്യം ചെയ്യുകയാണെങ്കിലും അതിലൊരു സെൻസിറ്റിവിറ്റി ഉണ്ട്, അതിലൊരു പ്രിൻസിപ്പിൾ ഉണ്ട്, അതിലൊരു എത്തിക്കൽ വാല്യൂ ഉണ്ട്. സോ ദാറ്റ് ഈസ് സംതിങ് ഐ ഫീൽ വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്സ്. അത് എന്നെ പേഴ്സണലി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, അത് ഞാൻ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കും ഹെൽപ്ഫുൾ ആണ്. അപ്പോ ദോസ് ആർ ലാർജ്ലി സം ഓഫ് ദി തിങ്സ്. ആൻഡ് see a general, like I said, open attitude to learning. ഞാൻ ഇത്രേ പഠിക്കുള്ളൂ അല്ലെങ്കിൽ ഇത് മാത്രമേ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിമിറ്റ് ആയി പോകും. അപ്പൊ ആ സമയത്ത് ഓക്കെ, ഇത് ഈ പുതിയ കാര്യം എന്താ, ഇത് ഞാനൊന്ന് നോക്കട്ടെ, അല്ലെങ്കിൽ വായിക്കട്ടെ, ഡിസ്കസ് ചെയ്യട്ടെ. ആ ക്യൂരിയോസിറ്റി ഇസ് ഓൾവേസ് എ ഗുഡ് തിങ് ടു ഹാവ് ഇൻ ദിസ് ഫീൽഡ്. റൈറ്റ്. സ്പെഷ്യലി ഒരുപാട് ടൈപ്പ് ഓഫ് ന്യൂ സിസ്റ്റംസും ന്യൂ അപ്രോച്ചസും ഒക്കെ വരുമ്പം അതൊക്കെ ട്രൈ ചെയ്തിട്ട് അതൊന്ന് ക്രിട്ടിക്കലി ഒന്ന് കൺസ്യൂം ചെയ്യാന്നുള്ളതും പെർഹാപ്സ് നോളജ് ബിൽഡിങ് ആൻഡ് അപ്ഡേറ്റിംഗ് യുവർ സെൽഫ്, അതൊരു ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സ്കില്ലായിരിക്കും അല്ലേ? അതെ അതെ. റൈറ്റ്. ഓൾസോ UG ലെവലില് PGക്ക് വേണ്ടിയിട്ട് ഉള്ള ഒരു പ്രിപ്പറേറ്ററി സ്റ്റെപ്സ് അല്ലെങ്കിൽ ട്രെയിനിങ് യുവർ സെൽഫ് ടു ടേക്ക് എൻട്രൻസസ്, അതൊക്കെ എത്രമാത്രം വരും ആൻഡ് ഹൗ ഇമ്പോർട്ടൻറ്റ് ഇസ് ഇറ്റ് ഇൻ സൈക്കോളജി PG എൻട്രൻസസ് ഒക്കെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ? ഓക്കെ, സോ മാസ്റ്റേഴ്സ് ലെവലിന്റെ കാര്യം പറയുകയാണെങ്കിൽ മോസ്റ്റ് യൂണിവേഴ്സിറ്റീസ് ഹാവ് 2 ലെവൽസ്. ഒന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എൻട്രൻസ് എക്സാം, രണ്ടാമത്തത് ഇന്റർവ്യൂ. ചില യൂണിവേഴ്സിറ്റീസിൽ ഒരു സബ്ജക്ട് സ്പെസിഫിക് പേപ്പറും കൂടി ഉണ്ടാവും. ഇപ്പോ ഞാൻ പഠിച്ച കോളേജിൽ ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ടില് ഈ 3 ലെവൽസ് ഉണ്ടായിരുന്നു. ഒന്ന് ജനറൽ എൻട്രൻസ് എക്സാം, അതില് മാത്സ് ഉണ്ടായിരുന്നു, ഇംഗ്ലീഷ് കോംപ്രിഹെൻഷൻ ഉണ്ടായിരുന്നു, പിന്നെ ജനറൽ നോളജ് ഉണ്ടായിരുന്നു. അത് ജനറൽ ലെവലില്. പിന്നെ അവിടുന്ന് സെലക്ട് ആയ ശേഷം ഒരു സൈക്കോളജി സ്പെസിഫിക് പേപ്പർ, അത് കഴിഞ്ഞിട്ടായിരുന്നു ഇന്റർവ്യൂ. ഈ 3 ലെവൽസ് ആയിരുന്നു. അപ്പൊ ഇതിന് പ്രിപ്പറേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ കോണ്ടന്റ് മോസ്റ്റ്ലി നിങ്ങളുടെ അണ്ടർ ഗ്രാജുവേറ്റ് ലെവലിൽ പഠിച്ച കാര്യങ്ങളാണ്. അപ്പൊ അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് നന്നായി പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഐ ഫീൽ ഇസ് ഗുഡ് ഇനഫ് പ്രിപ്പറേഷൻ. ആൻഡ് ഒബ്വിയസ്ലി ഞാൻ പറഞ്ഞ പോലെ പഠിപ്പ് മാത്രമല്ല, മാസ്റ്റേഴ്സ് ലെവലില് ചില ഇന്റർവ്യൂവേഴ്സ് ഇതും നോക്കും, നിങ്ങൾ ബിയോണ്ട് ദ സബ്ജക്ട് എന്താ ചെയ്തിരിക്കണം. റൈറ്റ്. ഓക്കെ, നിങ്ങൾ എത്ര പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട് എക്സ്ട്രാ കരിക്കുലേഴ്സിൽ, അല്ലെങ്കിൽ സൈക്കോളജി റിലേറ്റഡ് തന്നെ എത്ര പേപ്പേഴ്സ് പ്രസന്റ് ചെയ്തു, അല്ലെങ്കിൽ എത്ര കോൺഫറൻസസ് അറ്റൻഡ് ചെയ്തു, അതും അവര് നോക്കാൻ ഇൻട്രസ്റ്റഡ് ആണ്. അപ്പൊ എനിക്ക് തോന്നുന്നത് ഈ ബേസ് ഡെവലപ്പ് ചെയ്യാതെ നിങ്ങൾക്ക് ഒരു മാസത്തിൽ ചെയ്യാൻ പറ്റില്ല. ഇറ്റ്സ് വർക്ക് ഇൻ പ്രോഗ്രസ്. അപ്പൊ അത് നിങ്ങൾക്ക് ത്രൂ ഔട്ട് യുവർ അണ്ടർ ഗ്രാജുവേഷൻ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കണം. പിന്നെ എൻട്രൻസിന്റെ മുമ്പ് നന്നായിട്ട് ആ UGയിൽ പഠിച്ച സബ്ജക്ട്സിനെ വായിക്കുക, അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊന്നും നന്നായിട്ട് പഠിച്ചെടുക്കുക. അതാണ് മെയിൻലി എൻട്രൻസ് ലെവലിൽ. ഓക്കെ. സോ UG ലെവലിലുള്ള 3 ഇയേഴ്സ് നോക്കുകയാണെങ്കിൽ or even 3+2 years നോക്കുകയാണെങ്കിൽ throughout your academic student life, what are the things that you would do differently if you had a chance to live your degree life again? ഒന്നുകൂടി ചെയ്യാൻ പറ്റുകയാണെങ്കിൽ. ഓക്കെ, അപ്പൊ ഞാൻ എൻ്റെ പേഴ്സണൽ ലെവലിൽ കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യുകയാണെങ്കിൽ, സ്കൂൾ ലെവൽ വരെ എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഒരു പുതിയ ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ട്രൈ ചെയ്യാൻ വളരെ പേടിച്ചിരിക്കുന്ന ഒരു കുട്ടിയായിരുന്നു ഞാൻ. എനിക്ക് സേഫ് കംഫർട്ട് സോണിൽ ഇരിക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പൊ എന്തെങ്കിലും അങ്ങനെ കുറച്ച് എൻസൈറ്റി പ്രൊവോക്കിംഗ് വന്നു കഴിഞ്ഞാൽ ഞാൻ വേണ്ട പറയായിരുന്നു.
പക്ഷെ അണ്ടർ ഗ്രാജുവേഷൻ എൻറ്റർ ചെയ്യണ മുമ്പ് ഞാൻ ഇത് തീർച്ചയാക്കി ദാറ്റ് ഇവിടെ ഞാൻ നോ പറയില്ല, അല്ലെങ്കിൽ ഒരു ഓപ്പർച്യൂണിറ്റീസ് വരുമ്പോൾ ലെറ്റ് മീ ട്രൈ ആൻഡ് സീ വാട്ട് ഹാപ്പൻസ്. എന്താവുക, മാക്സിമം അതില് സക്സസ് ഉണ്ടാവില്ല, അല്ലെങ്കിൽ എന്താ പറയാ ഞാൻ വിചാരിച്ച പോലെ എനിക്ക് അത് ചെയ്യാൻ കഴിയില്ല, അതിന്റെ ബിയോണ്ട് ഒന്നും ഇല്ലല്ലോ. അപ്പൊ അങ്ങനത്തെ ഒരു അപ്രോച്ച് ആയിട്ട് ഞാൻ പോയപ്പോ ഐ എൻഡ് അപ്പ് ഗെറ്റിംഗ് ഇൻവോൾവ് in a lot of extra activities like these fests, paper presentations, പിന്നെ ചെറിയ എൻ്റെ ലെവലിലുള്ള റീസെർച്ച് പ്രോജക്ട്സ് ചെയ്യുക, ഓക്കെ, അല്ലെങ്കിൽ പേപ്പേഴ്സ് പ്രസന്റ് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു അണ്ടർ ഗ്രാജുവേറ്റ് ലെവലിലും പിന്നെ മാസ്റ്റേഴ്സ് ലെവലിലും. അപ്പോ പിന്നെ കുറെ പാർട്ടിസിപ്പേറ്റ് ചെയ്തു കാര്യങ്ങളിലൊക്കെ, കോളേജ് ലെവലില്, ഡിപ്പാർട്ട്മെന്റ് ലെവൽ. അപ്പോ എനിക്ക് തോന്നുന്നത് അങ്ങനെ ചേഞ്ച് ചെയ്യാനൊന്നുമില്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇറങ്ങിയത് തന്നെ അണ്ടർ ഗ്രാജുവേഷൻ ആ ചേഞ്ച് മൈൻഡ് സെറ്റിലായിരുന്നു. അപ്പോ ഐ വാസ് പ്രീറ്റി സാറ്റിസ്ഫൈഡ് വിത്ത് ദ വേ ഇറ്റ് വെന്റ്. എല്ലാം ഇൻഹിബിഷൻസും നമ്മൾ ഒഴിവാക്കി വെച്ചിട്ട് പുതിയ കാര്യങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക അല്ലെ ബേസിക്കലി. കാരണം UG ലെവൽ എന്ന് പറഞ്ഞാൽ ഒരുപാട് പിന്നെ ഓപ്പണിങ്സും ഫ്രീഡവും ഓപ്പർച്യൂണിറ്റീസും ഒക്കെ പ്രസന്റ് ചെയ്യുന്ന ഒരു ഫ്രഷ് ആയിട്ടുള്ള ഒരു എറ തന്നെയാണ്. Okay, so thank you Swati for all these very insightful thoughts about psychology as a subject and as a field, and what it looks like in a career also. ഇന്ത്യയിലെ സെൻട്രൽ യൂണിവേഴ്സിറ്റീസിലെ ആർട്സ്, സയൻസ്, കോമേഴ്സ്, ലാംഗ്വേജ് കോഴ്സസിലേക്കുള്ള എൻട്രൻസ് ടെസ്റ്റിന്റെ പ്രിപ്പറേഷൻ പ്ലാറ്റ്ഫോമാണ് പ്രെപ്വൈസ്. പ്രെപ്വൈസിന്റെ ഹയർ എഡ്യൂക്കേഷൻ എക്സ്പോ ആയ അവന്യൂസിന്റെ ഒരു എപ്പിസോഡാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടത്. അവന്യൂസ് കൂടാതെ വേറെ പല പ്രോഗ്രാംസും ഫീച്ചേഴ്സും ഞങ്ങളുടെ പ്രെപ്വൈസ് ആപ്പിൽ അവൈലബിൾ ആണ്, ഫ്രീ ആയിട്ട് തന്നെ. ഇപ്പോൾ തന്നെ പ്രെപ്വൈസ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ, നിങ്ങളുടെ അഡ്മിഷൻസ് ഉറപ്പുവരുത്തൂ. ഞങ്ങളുടെ കണ്ടന്റ് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണെങ്കിൽ ഡു ഗിവ് us a like and share with your peers, and ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ്സും വീഡിയോസും മിസ്സാവാതെ കാണാൻ ഡു സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. താങ്ക് യു.